ദ മാജിക് നോവൽസിലേക്ക് ഏവർക്കും സ്വാഗതം. കമല ഗോവിന്ദൻ്റെ സ്നേഹദൂരം പാർട്ട് 12. മോനെ, അവനെ ചേർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് അവൾ വാതുക്കലേക്ക് നോക്കി. എവിടെ അക്കുമോൾ? അഖിലിന് സങ്കടം വന്നു. മോളിലാ. അവൻ മുകളിലേക്ക് വിരൽ ചൂണ്ടി. മുകളിലോ? നന്ദയ്ക്ക് മനസ്സിലായില്ല. മോൾക്ക് പനിയാ, ഇവിടെ മേളിലുണ്ട്, 303 റൂമിൽ. അവൾക്ക് കയ്യെ സൂചി വെച്ചിരിക്കുക, നെറ്റിയിൽ തുണിയുമുണ്ട്. ഇന്നലെ അമ്മയെ കാണാൻ അവൾ ഒത്തിരി കരഞ്ഞു. നന്ദയ്ക്ക് ഉത്കണ്ഠയായി. ഞാൻ പോവാ അമ്മേ. അഖിൽ നന്ദയുടെ പിടി പിടിച്ചുകൊണ്ട് ഓടാൻ ശ്രമിച്ചു. അച്ഛൻ ഐസ്ക്രീം മേടിക്കാൻ പോയേക്കുവാ, എന്നോടെങ്ങും പോകല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പോവാ, അച്ഛൻ അറിഞ്ഞാൽ ദേഷ്യപ്പെടും. നന്ദ അവനെ വിട്ടില്ല. അമ്മയും വരുന്നു മോൻ്റെ കൂടെ, എനിക്ക് അക്കുമോളെ കാണണം. നന്ദ ബെഡിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. കാലിന് വേദനയുണ്ട് നല്ലവണ്ണം, എന്നാലും ഒന്ന് പോകണം, ആ കുഞ്ഞിനെ കാണണം. വേദന കടിച്ചിറക്കിക്കൊണ്ട് ഭിത്തിയിൽ പിടിച്ച് നന്ദ വരാന്തയിലൂടെ നടന്നു. സ്റ്റെപ്പ് കയറാനായിരുന്നു ഏറെ പാട്. അഖിൽ അവളെ താങ്ങുന്നത് പോലെ പിടിച്ചു. ആ കുഞ്ഞ് താങ്ങി പിടിച്ചുകൊണ്ട് എന്താവാൻ? സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിലും ജാളിയിലുമൊക്കെ കൈയും ശരീരവും ഊന്നി ഒരു വിധത്തിൽ നന്ദ മുകളിലെത്തുമ്പോൾ ആകെ വിയർത്ത് കുളിച്ചിരുന്നു. മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങി. 303 നന്ദ കണ്ടു. വാടിയ പൂമുട്ട് പോലെ ആ കുഞ്ഞ്. നന്ദ അങ്ങോട്ട് ചെന്ന് കസേരയിലിരുന്നു. അക്കുവിൻ്റെ ശരീരം ആ സകലം തൊട്ടു നോക്കുകയും തലോടുകയും ചെയ്തു. നെറ്റിയിലെ തുണിയിലെ വെള്ളം വലിഞ്ഞിരിക്കുന്നു. വീണ്ടും അതെടുത്ത് നനച്ച് കുഞ്ഞിൻ്റെ നെറ്റിയിലിട്ടു. അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞ് ഉമ്മ വെച്ചു. അഖിൽ അവളോട് ചേർന്ന് നിന്നു. അവൻ്റെ കുഞ്ഞു മുഖത്ത് നന്ദ ചുണ്ടമർത്തി. കുഞ്ഞു പൂച്ചയെപ്പോലെ അവൻ അവളോട് ചേർന്ന് നിന്നു. അവൾ ഒരു കൈകൊണ്ട് അവനെ തലോടുകയും ചേർത്ത് നിർത്തുകയും ചെയ്തു. മറു കൈകൊണ്ട് അക്കുവിനെ തലോടി. മോളെ, അക്കുമോളെ, അമ്മയുടെ മോളെ. അക്കു മയക്കത്തിൽ തന്നെയാണ്. അമ്മ ഞങ്ങളെ പറ്റിക്കുവാണോ? അഖിൽ നന്ദയോട് ചോദിച്ചു. നന്ദ അഖിലിൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ പറഞ്ഞു അമ്മ ഞങ്ങളെ പറ്റിക്കുവാന്ന്. അമ്മയുടെ കഴുത്തിൽ താലിയുണ്ട്. അപ്പോൾ അമ്മ കല്യാണം കഴിച്ചതാണെന്ന്. കല്യാണം കഴിച്ചാലല്ലേ അമ്മയാകാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിക്കുന്നില്ല അമ്മേ. നന്ദയുടെ നാഡികളെ തളർച്ച ബാധിച്ചു. ഇന്നലെ അയാൾ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയതിൻ്റെ കാരണം മനസ്സിലാകുന്നു. തൻ്റെ കഴുത്തിലെ താലി ശ്രദ്ധിച്ചിട്ടാവണം. കല്യാണം കഴിക്കാത്ത, താലി ചുമക്കാത്ത ഒരുവളെയാവും അയാൾ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അഖിൽ നന്ദയുടെ കഴുത്തിലെ ചെയിനിൽ കിടന്ന താലി പൊക്കിയെടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് സത്യമാണോ? അമ്മ ഞങ്ങളെ പറ്റിക്കുവാണോ? അഖിലിൻ്റെ സ്വരം കരച്ചിലിൻ്റേതായിരുന്നു. ആ മുഖത്തെ സങ്കടവും പതറിയ സ്വരവും നന്ദയ്ക്കുള്ളിൽ തേങ്ങലുണ്ടാക്കി. എൻ്റെ മക്കളെ അമ്മ പറ്റിക്കുവോ? ഇല്ല, ഒരിക്കലും ഇല്ല, അവൾ പറഞ്ഞു. സത്യം? അഖിൽ കൈ നീട്ടി. നന്ദ ആ കുഞ്ഞ് കൈത്തലം പിടിച്ചെടുത്ത് അതിൽ ചുണ്ടമർത്തി. അഖിലിന് സന്തോഷമായി. അവൻ ബെഡിലേക്ക് ചാടിക്കയറി. അക്കുമോളെ, കണ്ണു തുറന്നേ, ദേ നമ്മുടെ അമ്മ വന്നേക്കുന്നേ, സത്യമായിട്ടും വന്നേക്കുന്നു, നീ നോക്കിക്കേ. അഖിൽ അവളെ കുലുക്കുകയും ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്തു. മോൾ ഉറങ്ങട്ടെ കുട്ടാ, ഉണർത്തണ്ട, നന്ദ പറഞ്ഞു. അസുഖമായിട്ട് കിടക്കുമല്ലേ, അമ്മയെ കണ്ടാലേ മോളുടെ പനി പോകത്തുള്ളൂ ഡോക്ടർ അങ്കിൾ പറഞ്ഞല്ലോ, അതിനാ വിളിക്കുന്നേ, അഖിൽ പറഞ്ഞു. നന്ദയ്ക്കുള്ളിൽ ഒരു നടുക്കമുണ്ടായി. അപ്പോൾ തന്നെ കാണാഞ്ഞിട്ടാണോ കുഞ്ഞിന് അസുഖം ഉണ്ടായത്? ഈശ്വര, ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അക്കു, അഖിൽ വീണ്ടും വിളിച്ചു. ദേ നമ്മുടെ അമ്മ വന്നേക്കുന്നു, ഒന്ന് എഴുന്നേറ്റേ, ദേ നോക്കിക്കേ. അഖിൽ. പെട്ടെന്നാണ് ആ സ്വദേശീയ സ്വരം വാതുക്കൽ നിന്നു. ഹരി. അയാളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. നന്ദ തിരിഞ്ഞു നോക്കി. ദേഷ്യം കൊണ്ടാകെ ചുമന്ന മട്ടിൽ നിൽക്കുന്നു അയാൾ. നന്ദ കസേരയിൽ നിന്ന് ആയാസപ്പെട്ട് എഴുന്നേറ്റു. അഖിൽ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി. ഹരി അകത്തേക്ക് വന്നു. നിങ്ങൾ വീണ്ടും വന്നു അല്ലേ? ഹരി ചോദിച്ചു. കണ്ടോ എൻ്റെ കുഞ്ഞിനെ? ഹരി ബെഡിലേക്ക് ചൂണ്ടിക്കാട്ടി. നിങ്ങളാണ് ഇതിന് ഉത്തരവാദി. ഞാൻ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഒരുങ്ങുകയായിരുന്നു, അപ്പോഴേക്ക് നിങ്ങൾ വീണ്ടും വന്നു. ഞാൻ. നന്ദയ്ക്ക് വാക്കുകൾ വഴിമുട്ടിപ്പോയി. അത്രയ്ക്ക് തീക്ഷ്ണമായിരുന്നു ഹരിയുടെ ശബ്ദം. ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിവിടെ വന്നത്? ഹരി ചോദിച്ചു. അഖിൽ ഭയത്തോടെ നന്ദയെ നോക്കി. ഞാൻ കണ്ടു. നന്ദ അഖിലിന് വേണ്ടി കള്ളം പറഞ്ഞു. കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് ജനലിലൂടെ. വിശ്വസിക്കാവുന്നൊരു കള്ളമായിരുന്നത്. എങ്കിൽ എൻ്റെ മോൾ ഉണരുന്നതിന് മുമ്പ് നിങ്ങൾ പോണം. ഞാൻ കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരുമെന്നാണോ ഭയം? അവൾ ചോദിച്ചു. തന്നെ, ഹരി പറഞ്ഞു. ഞാൻ പറ്റിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അതെ. എൻ്റെ ഉള്ളിൽ നിന്നാണ് സ്നേഹം ഉറഞ്ഞൊഴുകുന്നത്. അതിൽ പറ്റിക്കലില്ല, ചതിയില്ല, നന്ദ പറഞ്ഞു. പിന്നെ ഈ താലിയുടെ അർത്ഥം? താലിക്ക് ഒരർത്ഥമേ ഉള്ളൂ, അവൾ പറഞ്ഞു.
ഭർത്തൃമതിയാണ് എന്നു ഹരി പൂരിപ്പിച്ചു. ശരിയാണ്, നന്ദ സമ്മതിച്ചു. എങ്കിലും ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും വിവാഹിതകൾക്ക് കഴുത്തിൽ താലി അണിയാം. യു മീൻ യു ആർ എ വിഡോ? വിധവ. നന്ദ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന വിധവ. ഓഹോ, ഹരിക്ക് വീണ്ടും കലുഷ്യമായി. നിങ്ങൾ ആരുമാകട്ടെ എന്തുമാകട്ടെ, ഐ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. കൂടുതലൊന്നും എനിക്ക് അറിയണ്ട. പ്ലീസ് ഗോ ഔട്ട്. നന്ദ അഖിലിനെ ഒന്ന് നോക്കി. അക്കു ഉണരാനുള്ള ഭാവമായിരുന്നു. അത് കണ്ടതോടെ ഹരിക്ക് വെപ്രാളമായി. യു നന്ദ, എൻ്റെ മോൾ ഉണരുകയാണ്. നിങ്ങളെ അവൾ കാണരുത്. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. അഭിമാനത്തിന് അടിയേറ്റ പോലെ നന്ദ ഒന്ന് പിടഞ്ഞു. അച്ഛാ, യാചന പോലെ അഖിൽ നോക്കി. അരുതേ എന്ന ധ്വനിയുണ്ടായിരുന്നു ആ വിളിയിൽ. അഖിൽ, ഡോണ്ട് മേക്ക് നോയ്സ്. ഹരി അവൻ്റെ നേരെ ശബ്ദമുയർത്തി. ഗോ ടു ദെയർ. റൂമിൽ ഭിത്തിക്കരിയിൽ കിടക്കുന്ന സോഫ ചൂണ്ടിക്കാട്ടി അയാൾ പറഞ്ഞു. അഖിൽ അങ്ങോട്ട് നീങ്ങി. ആ സോഫയിലേക്ക് കയറിയിരുന്ന് കയ്യും കെട്ടി മുഖവും താഴ്ത്തി. അവൻ്റെ കുഞ്ഞു മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞിരുന്നു. ഹരി തിരിഞ്ഞു നോക്കുമ്പോൾ റൂമിൽ നന്ദയില്ല. അയാൾ വാതിക്കലെത്തി നോക്കി. ഭിത്തിയിൽ പിടിച്ച് വയ്യാത്ത കാൽ വലിച്ചു വെച്ച് വല്ലാതെ ആയാസപ്പെട്ട് നടക്കുന്ന ആ നന്ദ. അത് കണ്ടപ്പോൾ ഹരിക്ക് വിഷമം തോന്നി. എങ്കിലും മനസ്സ് പറഞ്ഞു, എന്ത് മുളയിലെ നുള്ളിക്കളയാനാണ് നല്ലത്. വളരാൻ അനുവദിക്കരുത്. വളർന്നാൽ പിന്നെ നുള്ളിക്കളയാനാവാതെ വരും. ആയാസപ്പെട്ടും വേദന നിന്ന് നന്ദ ഒരു വിധത്തിൽ സ്റ്റെയർ കേസിനടുത്ത് വരെത്തി. ഇനി ഇറങ്ങണം. എങ്ങനെ? ഇങ്ങോട്ട് കയറുമ്പോൾ കൺമുമ്പിൽ അക്കു ഉണ്ടായിരുന്നു. അവളെ കാണാനുള്ള ആർത്തി മനസ്സിലും, കൂടെ താങ്ങാനെന്നോണം കുഞ്ഞകിലും. പക്ഷെ ഇറങ്ങാൻ മനസ്സിൽ എന്തുണ്ട് ബാക്കി? കൂടെ കൈപിടിക്കാൻ ആരുണ്ട്? വേദന ആവിയായി കണ്ണിൽ നിറയുന്നു. ഒരു സ്റ്റെപ്പ് പോലും ഇറങ്ങാനാവാതെ നന്ദ ആ പടിക്കെട്ടുകൾക്ക് മുകളിൽ തളർന്നിരുന്നു പോയി. അസഹ്യമായ വേദന കടിച്ചു പിടിക്കുമ്പോഴും നന്ദ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അതാ റൂം നമ്പർ 303 മുമ്പിൽ നിൽക്കുന്നു അഖിൽ. 4-5 മുറികൾക്കപ്പുറത്താകയാൽ ആ കുഞ്ഞു മുഖത്തെ ഭാവം എന്തെന്ന് നന്ദയ്ക്ക് കാണാനാവുന്നില്ല. എങ്കിലും അവൾ ഊഹിച്ചു, തൻ്റെ അടുത്തേക്ക് ഓടി വരാൻ വെമ്പൽ പൂണ്ടാവും ആ നിൽപ്പെന്ന്. ആ കുഞ്ഞു മനസ്സും മിഴികളും കലങ്ങിയിട്ടുണ്ടാകും. നന്ദ സ്റ്റെയർ കേസിൻ്റെ അഴികളിൽ പിടിച്ചൊന്നുയരാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. വേദന കാൽപ്പത്തിയിലൂടെ പുളഞ്ഞു കയറുന്നു. ചായ വാങ്ങാൻ പോയിരുന്ന രേവതി ടീച്ചർ മുറിയിൽ നന്ദയെ കാണാഞ്ഞ് തിരക്കി. അവിടെ എത്തിയത് അപ്പോഴാണ്. ടീച്ചർ അറ്റൻഡറെ വിളിച്ചുകൊണ്ടുവന്നു വീൽ ചെയറിൽ നന്ദയെ ഇരുത്തി ലിഫ്റ്റ് വഴി താഴെ എത്തിച്ചു. വേദന സഹിക്കാനാവാതെ നന്ദ തലയിട്ട് ഉരുട്ടിയപ്പോൾ ടേബിളിലിരുന്ന ടാബ്ലറ്റുകൾ എടുത്ത് രേവതി ടീച്ചർ അവൾക്ക് നൽകി. കുറേ സമയം കൊണ്ട് നന്ദയുടെ മുഖം ശാന്തമായി. അരികിൽ നിർനിമേഷയായി ഇരിക്കുന്ന അമ്മയെ കണ്ട് നന്ദ കണ്ണുകൾ പൂട്ടി. നീ എങ്ങനെ മുകളിലെത്തി? പറന്നോ? രേവതി ടീച്ചർ ചോദിച്ചു. നന്ദ കണ്ണുകൾ തുറന്നു. എന്തിനാ പോയത്? ഇന്നലെ വന്ന ആ കുട്ടികളുടെ അച്ഛനെ കാണാനോ? അയാളെ കാണാൻ ആരുന്നില്ലമ്മേ. കാല് വയ്യാത്ത ആ കുഞ്ഞില്ലേ, അതിന്നലെ ഒരുപാട് കരഞ്ഞത്രേ. ഇവിടുന്ന് പോയപ്പോൾ മുതൽ കുഞ്ഞിനെ മുകളിലത്തെ മുറിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ കൂടിയിട്ട്. അയാൾ മുറിയിലില്ലാത്ത നേരെ നോക്കി ആ മൂത്ത കുഞ്ഞ് ഓടി വന്ന് എൻ്റെ അടുത്ത്. കേട്ടപ്പോൾ ഞാൻ എൻ്റെ വേദന മറന്നു. പറന്നു തന്നെയാണ് മുകളിലെത്തിയത്. പക്ഷെ താഴേക്കും പറക്കാൻ കഴിഞ്ഞില്ല. ശക്തി ചോർന്നു പോയി. രേവതി ടീച്ചറിൻ്റെ മുഖത്ത് ചോദ്യഭാവമായി എന്തു പറ്റിയെന്ന് നന്ദ എല്ലാം വിശദമായി പറഞ്ഞു. പിറ്റേ ദിവസം അക്കുവിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടില്ല. അവൾ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ട്. മുഖത്തും കൺതടങ്ങളിലും ക്ഷീണവും കരിവാളിപ്പുമുണ്ട്. എഴുന്നേൽക്കാൻ അവൾ കൂട്ടാക്കിയതേയില്ല. രാവിലെ തന്നെ ചേച്ചമ്മ എത്തി. അഖിലിനെ സ്കൂളിൽ വിടണം. രാവിലെ ഡോക്ടർ വന്നപ്പോൾ ഹരി ഉത്കണ്ഠയോടെ നിന്നു. ഡോക്ടർ പറഞ്ഞു, സാരമില്ല ഹരി, ഇയാൾ ഭയപ്പെടാതെ. 3-4 ദിവസം കിടക്കേണ്ടതേ വരും, അത്രേ ഉള്ളൂ. എനിക്ക് അത്യാവശ്യമായി സൈറ്റിലൊന്ന് പോകണം ഡോക്ടർ. 1-2 കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്, ഹരി പറഞ്ഞു. യു ഗോ മേൻ. ഇവിടെ ഞാനില്ലേ, സിസ്റ്റർമാരില്ലേ, ചേച്ചമ്മയില്ലേ? എന്ത് വിവരമുണ്ടെങ്കിലും ഞാൻ അറിയിക്കാമെന്ന്. ഡോക്ടർ പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി, കൂടെ ഹരിയും. ഡോക്ടർ, ആ 204 പേഷ്യൻറ്റിന് എങ്ങനെയുണ്ട്? ഓ, നന്ദയോ? ഹരിക്ക് എങ്ങനെയാണ് അവരെ പരിചയം? നന്ദ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അയാൾ കള്ളം പറഞ്ഞു. ആ സ്ത്രീയുടെ അമ്മ രേവതി ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഹൈസ്കൂളിൽ. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഡോക്ടർ ജെയിംസ് താല്പര്യത്തോടെ പറഞ്ഞു. അവർക്കിപ്പോൾ? ഹരി വീണ്ടും നന്ദയിലേക്ക് ഡോക്ടറുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ശ്രമിച്ചു. എന്തു പറയാനാണ്, ഒരാഴ്ചത്തേക്ക് കാൽ നിലത്തൂന്നാൻ പാടില്ലെന്ന് കർശനമായി പറഞ്ഞിരുന്നു. അവരിന്നലെ തനിയെ 3-ാം നിലയിലേക്ക് വലിഞ്ഞു കയറിയത്രേ. എന്താവശ്യത്തിനാണോ ആവോ. ഹരി വിഷണ്ണനായി. ഇപ്പോൾ കാലിൻ്റെ മുട്ടിന് കീഴ്പോട്ട് നീര് കെട്ടി തൂങ്ങിയിരിക്കുന്നു. അനങ്ങാൻ പോലും വയ്യ. ഇനി നീര് വലിയാതെ പ്ലാസ്റ്റർ ഇടാൻ പറ്റുമോ? ഹോസ്പിറ്റൽ താമസം ഒരാഴ്ചത്തെ കൂടി നീളുമെന്ന് സാരം.
ഓ, ഹരി മൂളി. ഡോക്ടർ നീങ്ങി. ആ സ്ത്രീ ഇന്നലെ ഇവിടെ വന്നതാണ്, തൻ്റെ മകളെ കാണാൻ, ആശ്വസിപ്പിക്കാൻ. പകരം താൻ അവരെ ആട്ടിയിറക്കി. കാലിന് നീര് വന്നതും വേദന നിന്നതും മിച്ചം. കഷ്ടം. ഒന്ന് പോയി ആശ്വസിപ്പിക്കേണ്ടതല്ലേ? വേണ്ട, കണ്ടാൽ അത് വീണ്ടും പ്രശ്നമാകും. അതുകൊണ്ട് വേണ്ട. അഖിലിനെ സ്കൂളിൽ വിട്ടിട്ട് സൈറ്റിലും പോയിട്ട് ഉച്ചയ്ക്ക് മുമ്പ് ഞാനിങ്ങ് എത്താൻ ചേട്ടത്തി. അങ്ങനെ പറഞ്ഞിട്ട് ചേച്ചമ്മയെ അക്കുവിൻ്റെ അടുത്താക്കി ഹരി അഖിലിനെയും കൊണ്ടുപോയി. രാവിലെ വിവരം അറിഞ്ഞ് രാധിക ഹോസ്പിറ്റലിലെത്തി. മറ്റു ടീച്ചേഴ്സും ഗീതയും വന്നു. അശോകൻ വൈകുന്നേരം തന്നെ എത്തിയിരുന്നു. വണ്ടി സൂക്ഷിച്ചു ഓടിക്കാഞ്ഞിട്ടാണെന്ന് അവർ ശാസിക്കുകയും ചെയ്തു. രാധികയും ഗീതയും പോയ പിന്നാലെ രേവതി ടീച്ചറും അറക്കലേക്ക് പോയി. ഒന്ന് കുളിച്ച് വസ്ത്രം മാറി പെട്ടെന്ന് വരാൻ വേണ്ടിയാണ് പോയത്. ലത വീട്ടിലെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആഹാരവും കൊണ്ടുപോരാം. രേവതി ടീച്ചർ പോകാൻ അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു നന്ദ. അവൾ അറ്റൻഡറോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നു. അയാൾ വന്നു. വീൽ ചെയറിൽ അയാൾ നന്ദയെ 303-ലെത്തിച്ചു. ചേച്ചമ്മ കഥ പറയുകയായിരുന്നു അക്കുവിനോട്. ക്ഷീണസ്വരത്തിൽ മൂളുന്നുണ്ടായിരുന്നു അവൾ. അതിനിടയിലാണ് വീൽ ചെയറിൽ തനിക്കരികിലെത്തിയ നന്ദയെ കണ്ടത്. ആ കുഞ്ഞി കണ്ണുകൾ വിടർന്നു പോയി. അമ്മേ! ഒരു ശ്വാസം തള്ളലായിരുന്നു അക്കുവിന്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന നിമിഷത്തിൽ അതാ മുൻപിൽ അമ്മ. അവൾ ചാടി എണീക്കാനൊരുങ്ങി. ചേച്ചമ്മ അവളെ എണീപ്പിച്ചു. നന്ദ അവളെ തൻ്റെ മടിയിലെടുത്തി ഉമ്മ വയ്ക്കുകയും തലോടുകയൊക്കെ ചെയ്തു. അമ്മയുടെ തലയിലെയും കാലയിലെയും ഒക്കെ വേദന ഇപ്പോഴും ഉണ്ടോ അമ്മേ? അക്കു ചോദിച്ചു. നന്ദ തല വിലങ്ങനെയാട്ടി. ഇപ്പോൾ ഒട്ടും വേദനയില്ല. മോളെ കണ്ടപ്പോഴേ അമ്മയുടെ വേദന പറന്നുപോയില്ലേ? സത്യം? അക്കുവിൻ്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. മോൾ എന്നാ അമ്മയുടെ കൂടെ പോരട്ടെ? അത് വേണ്ട കുട്ടാ, അച്ഛൻ വഴക്ക് പറയില്ലേ? എന്നാലും മോൾക്ക് അമ്മയെ വേണം. നന്ദ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹരി ഉച്ചയ്ക്ക് വന്നപ്പോൾ അതിശയിച്ചു പോയി. ടെമ്പറേച്ചർ തീരെ കുറഞ്ഞു. അക്കു ബെഡിൽ എണീറ്റിരുന്ന് ചേച്ചമ്മ കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നു. അവളുടെ മുഖത്ത് കണ്ട കള്ളച്ചിരി എന്തിൻ്റെയാണെന്ന് അയാൾക്ക് മനസ്സിലായതുമില്ല. 4 മണിക്ക് അഖിൽ വന്നപ്പോൾ അക്കു അവൻ്റെ ചെവിയിൽ പറഞ്ഞു അമ്മ വന്ന കാര്യം. അഖിലിന് നഷ്ടബോധം തോന്നി. സ്കൂളിൽ പോകേണ്ടിയിരുന്നില്ലെന്നും. വൈകുന്നേരം ഡോക്ടർ ജെയിംസ് അക്കുവിനെ പരിശോധിച്ചപ്പോൾ അമ്പരപ്പിൽ പറഞ്ഞു, ആഹാ, അക്കുമോളുടെ അസുഖം പറഞ്ഞല്ലോ, അത്ഭുതമായിരിക്കുന്നു. അക്കു ചിരിച്ചു. മിടുക്കി, നാളെ രാവിലെ മിടുക്കിയായിട്ടിരുന്നാ വീട്ടിൽ പോകാം. അക്കു തലയാട്ടി. ഏതായാലും അമ്മയെ കൊണ്ടുവരിക എന്ന പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടല്ലോ, ഡോക്ടർ ഹരിയോട് പറഞ്ഞു. പിറ്റേ ദിവസം രേവതി ടീച്ചർ വീട്ടിൽ പോയ തക്കത്തിന് നന്ദ വീണ്ടും അറ്റൻഡറുടെ സഹായത്തോടെ 303-ലെത്തി. അക്കുവിൻ്റെ അടുത്തിരിക്കാനും ആ കുഞ്ഞിനെ തലോടി ആശ്വസിപ്പിക്കാനും വേണ്ടി. പക്ഷെ ആ മുറി വേക്കൻ്റ് ആയിരുന്നു. അതിൽ അക്കുമോളോ അഖിലോ ഉണ്ടായിരുന്നില്ല. അവർ ഡിസ്ചാർജായി പോയിരിക്കുന്നു. നന്ദയുടെ മനസ്സിൽ വല്ലാതെ കനം തൂങ്ങി. തിരികെ മുറിയിലെത്തി അവൾ വല്ലാത്ത തളർച്ചയോടെ കിടന്നു. അക്കുമോളെ ചേച്ചമ്മയോടൊപ്പം ശ്രീനിലയത്തിൽ ഇറക്കി വിട്ടിട്ടാണ് ഹരി സൈറ്റിലേക്ക് പോയത്. വൈകുന്നേരം തിരികെ വരുമ്പോൾ പരസ്യത്തിൻ്റെ മറുപടിയായി പോസ്റ്റ് ബോക്സിൽ പത്രം ഓഫീസിൽ നിന്ന് കിട്ടിയിരുന്ന കത്തുകളും ഉണ്ടായിരുന്നു ഹരിയുടെ കയ്യിൽ. 7 കത്തുകൾ. പ്രായം 30-ൽ കൂടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും 4 എണ്ണം 40-ൽ മുകളിലുള്ളവരുടേതാണ്. കുട്ടികളെ നോക്കാൻ താല്പര്യപ്പെടുന്ന ആയമാരുടേത്. ജാതി പലതാണ്. വിവാഹ പരസ്യമാണെന്ന് മനസ്സിലാക്കാത്തവരുടേതാണ് ആ കത്ത്. 3 എണ്ണം വിവാഹാഭ്യർത്ഥനയുടെ തന്നെ. 1 എണ്ണം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടേതാണ്. 2 കുട്ടികളുമുണ്ട്. ഇവിടെയുള്ള കുട്ടികളെ കൂടി ഏറ്റെടുക്കാനും വളർത്താനും സ്നേഹിക്കാനും തയ്യാർ. അടുത്തത് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടൊരു സ്ത്രീയാണ്. 1 കുട്ടിയുണ്ട്. സ്വന്തം കുട്ടികളുള്ളവർ വന്നാൽ തൻ്റെ കുഞ്ഞുങ്ങളെ എത്രമാത്രം സ്നേഹിക്കാനാവും? ഹരി അവയും മാറ്റിവെച്ചു. 7ാമതൊന്നും 31 വയസ്സുള്ളവർ. വിവാഹം കഴിച്ചിട്ടില്ല. 10ാം ക്ലാസ് വിദ്യാഭ്യാസം. വിവാഹം ഇതുവരെ നടക്കാത്തത് കൊണ്ടുള്ള വിഷമത്തിലാണ് വീട്ടുകാർ. അച്ഛൻ്റേതാണ് കത്ത്. പെൺകുട്ടിയുടെ ഫോട്ടോയുമുണ്ട്. സുന്ദരി അല്ലെങ്കിലും കാഴ്ചയിൽ തരക്കേടില്ലാത്തൊരു മുഖഭംഗി ഹരിക്ക് തോന്നി. ഇവിടെ തനിക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ പോലും വിവാഹത്തിന് അവർ തയ്യാറാണ്. ഫോട്ടോയിലെ പെൺകുട്ടിയെ ഹരിക്ക് ഇഷ്ടമായി. ഹരി മക്കളെ 2 ആളെയും വിളിച്ചു. ഫോട്ടോ അവരെ കാണിച്ചു. അഖിൽ ഫോട്ടോ വാങ്ങി നോക്കി. ആരാച്ചാ ഇത്? ഇതാണ് ഇവിടെ വരാൻ പോകുന്ന അമ്മ. മക്കൾക്ക് ഇഷ്ടമായോ? അഖിൽ നടുങ്ങിപ്പോയി. അക്കുവും മിഴിച്ചു നിന്നു. എന്താ മക്കളെ, ഇഷ്ടായോ? സുന്ദരി അമ്മയല്ലേ? ഹരി മക്കളെ പൊതിഞ്ഞു പിടിച്ചു. അല്ല, അക്കു പറഞ്ഞു. അല്ലേടാ കൂട്ടാ, എന്താ കുഴപ്പം? ഹരി അഖിലിനെ നോക്കി. എന്തിനാച്ചാ നമുക്കിനി ഈ ഫോട്ടോ? നമ്മുടെ അമ്മ ഇവിടെ വന്നില്ലേ? അഖിൽ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഹരി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദീനതയോടുള്ള ഭാവമായിരുന്നവന്. ദേഷ്യപ്പെടാൻ തോന്നിയില്ല ഹരിക്ക്. ഇവിടെ വന്ന അമ്മ നമ്മളെ പറ്റിച്ചതാണെന്ന് അച്ഛൻ പറഞ്ഞില്ലേ കുട്ടാ? പറ്റിച്ചതല്ല അച്ഛാ, ഞാൻ ചോദിച്ചതാ. പറ്റിച്ചതല്ലെന്ന് അമ്മ പറഞ്ഞല്ലോ. എവിടെ വെച്ച്?
അവിടെ ഹോസ്പിറ്റലിൽ വെച്ച്. അത് പറഞ്ഞപ്പോൾ അമ്മ കരഞ്ഞച്ചാ. പറ്റിക്കുവാണേൽ അമ്മ കരയുമോ? സത്യം അച്ഛാ, അക്കുവും സാക്ഷ്യപ്പെടുത്തി. അമ്മ നമ്മളെ പറ്റിക്കില്ല അച്ഛാ. ഹരി അവളെ മിഴിച്ചു നോക്കി. എനിക്ക് ആ അമ്മയെ മതി അച്ഛാ, വേറെ വേണ്ടച്ചാ. ഹരിയും കുഞ്ഞുങ്ങളുമായുള്ള സംഭാഷണം കേട്ടു നിന്നിരുന്ന ചേച്ചമ്മ അവർക്കരികിലേക്ക് വന്നു. ആ പെങ്കൊച്ച് ചതിക്കത്തില്ല മോനെ, അതത്ര കാര്യമൊന്നുമല്ല. ചേട്ടത്തി വേറെ വല്ല കാര്യം പറയും. ഹരി ഗൗരവത്തിലായി. മോൻ അറിയാത്തൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞാൻ വന്നേ, ചേച്ചമ്മ പറഞ്ഞു. ആ പെങ്കൊച്ച് വന്നപ്പോൾ മോൻ ആട്ടിപ്പായിച്ചു. എന്നിട്ടും അത് അറ്റൻഡറെ ചട്ടം കൂട്ടി വീൽ ചെയറിൽ ആ കൊച്ചു വന്നു. മോടടുത്തിരുന്ന് ആശ്വസിപ്പിച്ചു. മോടെ പനി പോയത് മരുന്ന് കൊടുത്തിട്ടാണെന്നാണോ വിചാരം? പറഞ്ഞാൽ ദേഷ്യപ്പെടുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ വരാഞ്ഞത്. പക്ഷേങ്കിൽ ആ പെങ്കൊച്ച് ഈ കുഞ്ഞുങ്ങളെയും ഇതുങ്ങൾ അതിനെയും വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്, മുജ്ജന്മ ബന്ധം പോലെ. അത് പറഞ്ഞെന്നേ ഉള്ളൂ, പിന്നൊക്കെ മോൻ്റെ ഇഷ്ടം പോലെ. ഹരി സ്തബ്ധനായിരുന്നു. താൻ ആട്ടിപ്പായിച്ചിട്ടും അവർ തൻ്റെ മോളുടെ അടുത്ത് വന്നെന്നോ? മോളുടെ അസുഖം പെട്ടെന്ന് കുറഞ്ഞത് അമ്പരപ്പായി എന്ന് ഡോക്ടർ ജെയിംസ് പറഞ്ഞത് ഹരി ഓർത്തു. അയാൾ മക്കളുടെ മുഖത്തേക്ക് നോക്കി. യാചിക്കുന്ന മുഖവുമായി നിൽക്കുന്നു അവർ. എന്തു പറയണമെന്നറിയാതെ നിന്നു അയാൾ. മോൻ ആ പെങ്കൊച്ചിനോടൊന്ന് സംസാരിക്ക്. കെട്ടിയോനും കൊച്ചുങ്ങളുമുള്ള ഒരുത്തി എന്തായാലും പരസ്യം കണ്ട് വിളിക്കാനും വരാനും ഒരുങ്ങത്തില്ലല്ലോ കുഞ്ഞെ. എന്തേലും പ്രശ്നമുണ്ട്, അതാ കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം. ഞാനും ഒരു പെണ്ണല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. മോനൊന്ന് സംസാരിക്ക്. ഈ കൊച്ചുങ്ങളുടെ സങ്കടം കണ്ടോ? ഹരി തലയ്ക്ക് കൈ കൊടുത്ത് അങ്ങനെ ഇരുന്നു. ഞങ്ങൾ ചോദിക്കാം അച്ഛാ, ഇങ്ങോട്ട് വരാവോ എന്ന് അഖിൽ പറഞ്ഞു. വരത്തില്ലെന്ന് അമ്മ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോന്നോളാം. കരയേയില്ല. ഞാൻ കരയും. അമ്മ വരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കരയും. അക്കു അത് പറഞ്ഞത് തന്നെ കരഞ്ഞുകൊണ്ടാണ്. ഹരി തീരുമാനിച്ചു. ശരിയാണ്, സംസാരിക്കാം. എന്താണ് അവളുടെ ഉദ്ദേശമെന്നറിയാമല്ലോ. താൻ ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോൾ കണ്ട ആ മുഖം ഹരി ഓർത്തു. ദീനതയോടുള്ള യാചന നിറഞ്ഞ കണ്ണുകൾ. നാളെ നമുക്ക് നേരത്തെ ഇറങ്ങണം, ഹരി പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി അവരെ കാണാം, ചോദിക്കാം. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക്. ആ, രണ്ടുപേരും ഉത്സാഹത്തോടെ തുള്ളിച്ചാടി. മക്കളിലുണ്ടായ മാറ്റം ഹരിയിലും പ്രകടമായി. അകാരണമായ സന്തോഷം കൊണ്ട് ഉള്ളു നിറഞ്ഞു. പതിവില് നേരത്തെ അഖിലും അക്കു ഉണർന്നിരുന്നു. അവർ ഉത്സാഹത്തോടെ പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യത്തിനും അക്കുവിനെ അഖിൽ സഹായിക്കുന്നു. ചേച്ചമ്മ കൂടി വന്നതോടെ ഉത്സവമായി. യൂണിഫോം ഇട്ട് രണ്ടാൾ റെഡിയായി. ഹരിയും കുളിച്ചൊരുങ്ങി. വളരെ നാൾ കൂടിയിട്ടൊരു മൂളിപ്പാട്ട് അയാളുടെ ചുണ്ടിലും എത്തി. ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ ശ്രീനിലയത്തിൻ്റെ ഗേറ്റിങ്കിലെത്തിയത്. ഹരി അതിൽ നിന്നിറങ്ങിയ ആളെ തിരിച്ചറിഞ്ഞു. നന്ദയുടെ അമ്മ. രേവതി ടീച്ചർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ കണ്ടു. പോകാൻ ഇറങ്ങി നിൽക്കുന്ന അച്ഛനും മക്കളും. ഞാൻ ലേറ്റായി അല്ലേ? രേവതി ടീച്ചർ ചോദിച്ചു. നേരിയ ചമ്മലിൻ്റെ പുഞ്ചിരിയോടെ. ടീച്ചറായിരുന്നു അല്ലേ? ഡോക്ടർ ജെയിംസ് പറഞ്ഞു, ഹരി പറഞ്ഞു. ടീച്ചർ പുഞ്ചിരിച്ചു. ടീച്ചർ കയറിയിരിക്കും. പോകാൻ ഇറങ്ങിയതല്ലേ, ഞാൻ നാളെ വരാം. ടീച്ചർ പിന്തിരിയാൻ ഭാവിച്ചു. അത് സാരമില്ല, ഞങ്ങൾ ഇന്നിത്തിരി നേരത്തെ റെഡിയായി എന്നേ ഉള്ളൂ. ടീച്ചറിന് വന്ന കാര്യം പറയാം, വരൂ. രേവതി ടീച്ചർ അകത്ത് കയറി ഹാളിലെ സോഫയിലിരുന്നു. എതിരെ ഹരിയും. ചേച്ചമ്മ ചായയുമായിട്ടെത്തി. അക്കുവിനെയും അഖിലിനെയും പിടിച്ച് തനിക്കൊപ്പം ഇരുവശത്ത് വിരുത്തി ടീച്ചർ ചേർത്ത് പിടിച്ചു. ഹരി തെറ്റിദ്ധരിക്കുമോ എന്നറിയില്ല. ഞാൻ വന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. ഹരി ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കി. അക്കുമോളെ ഡിസ്ചാർജ് ചെയ്തതോടെ അവൾ ആകെ തകർന്നുപോയി. രേവതി ടീച്ചർ തുടർന്നു. വിവാഹം കഴിഞ്ഞ് 4 വർഷം ഭർത്താവിനോടൊപ്പം കഴിഞ്ഞതാണവൾ. പക്ഷെ ദൈവം അവളുടെ ഗർഭപാത്രത്തിനും ജീവൻ നൽകിയില്ല. ടീച്ചർ നന്ദയുടെ കഥ എത്രയും പറഞ്ഞു. ഹരി എല്ലാം ശ്രദ്ധയോടെ കേട്ടു. ഡൈവോഴ്സ് കഴിഞ്ഞെങ്കിലും ഉണ്ണിയെ മറക്കാൻ അവൾക്ക് ഇന്നോളം കഴിഞ്ഞിട്ടില്ല. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല താനും. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ മറക്കാൻ നന്ദയ്ക്കിനി ആവില്ല ഹരി. അത്രയേറെ അവളെ ഇവർ സ്വാധീനിച്ചു കഴിഞ്ഞു, ജീവനേക്കാളേറെ. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത സ്ഥിതിക്ക്. ഹരി സംശയത്തോടെ ടീച്ചറെ നോക്കി. അവൾ ചിന്തിക്കും. അതിന് ഹരി വിചാരിച്ചാലേ കഴിയൂ. അക്കാര്യത്തിൽ ഹരിയുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നത്. രേവതി ടീച്ചർ ഹരിയുടെ മുമ്പിൽ കൈകൂപ്പി. ഹരി അവളെ പറഞ്ഞു മനസ്സിലാക്കണം. സ്നേഹം കൊണ്ട് അവളെ കീഴടക്കണം. തിരിച്ചു സ്വന്തം ജീവൻ കൊടുത്ത് അവൾ ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും, നിങ്ങളെയും. ഉറപ്പാണെനിക്ക്. അഖിലിനെ അക്കുവിനെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഹരി തനിച്ചാണ് ഹോസ്പിറ്റലിൽ നന്ദയുടെ മുറിയിലെത്തിയത്. ഹരിയെ അപ്രത്യക്ഷമായി വാതുക്കൽ കണ്ടതും നന്ദ ആകാംക്ഷയോടെ അയാളുടെ പിന്നിലേക്ക് നോക്കി. ഹരിക്ക് ആ നോട്ടത്തിൻ്റെ അർത്ഥം പിടികിട്ടി. അവർ വന്നില്ല, സ്കൂളിൽ പോയി. ഹരി ശാന്തമായി പറഞ്ഞു. ഓ, പിന്നെന്തിന് നിങ്ങൾ വന്നു എന്നൊരു ഭാവമായിരുന്നു നന്ദയ്ക്ക്. അവൾ മിഴികൾ താഴ്ത്തി. ഹരി അകത്തേക്ക് കടന്നു ചെന്നു.
അവൾ പറഞ്ഞില്ലെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ഒരു കസേര വലിച്ച് നന്ദയുടെ ബെഡിനരികിലേക്ക് നീക്കിയിട്ടിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ആദ്യം നന്ദയെ കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഈർഷ്യയുണ്ടായി. കാരണം നന്ദയുടെ കഴുത്തിലുള്ള ഈ താലിയാണ്. അയാൾ നേരിയ പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എല്ലാം അറിഞ്ഞപ്പോൾ ലേശം ബഹുമാനം തോന്നുന്നു, അല്പം ആരാധനയും. നന്ദ വെറുതെ ഒന്ന് ചിരിച്ചു. അമ്മ ശ്രീനിലയത്തിൽ ചെന്നിരുന്നു എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. ബഹുമാനത്തിനും ആരാധനയ്ക്കും അപ്പുറം അല്പം സ്നേഹവും അലിവും കൂടി ഉണ്ട് കേട്ടോ. ഹരി മന്ദഹസിച്ചു. നന്ദയിലെ ചിരി വറ്റി. എൻ്റെ മക്കളെ ചോദിച്ചില്ലേ? കുഞ്ഞുങ്ങളാണവർ. അവർ നന്ദയെ വല്ലാതെ ആശിച്ചുപോയി. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേറ്റാൽ അത് ഉണങ്ങാൻ പാടാണ്. അവർക്കിപ്പോൾ നന്ദയെ വേണം. നന്ദയെ കാണാതെ അവർക്ക് വയ്യ. ഞാൻ അവരെ കൊണ്ടുവരാം ഇവിടെ. എപ്പോൾ? അത്യാവേശത്തോടെ നന്ദയെ ചോദിച്ചു. ഇപ്പോൾ തന്നെ. പക്ഷെ വൺ കണ്ടീഷൻ. അവർ മടങ്ങുമ്പോൾ നന്ദയെ അവരോടൊപ്പം വരണം, അവരുടെ അമ്മയായിട്ട്. സമ്മതമാണോ? നന്ദ തീക്കനലിൽ ചവിട്ടിയതുപോലെ ഞെട്ടി. നന്ദ ഒന്നും പറഞ്ഞില്ല. മുഖമൊന്ന് ഉയർത്തുക പോലും ചെയ്യാതെ ഷോക്കേറ്റ മട്ടിൽ ഒറ്റ ഇരിപ്പിരിക്കുന്ന നന്ദയെ നോക്കി ഹരി തീർത്ത് സൗമ്യനായി പറഞ്ഞു. കാരണം രേവതി ടീച്ചറിൻ്റെ വാക്കുകളിൽ നിന്നും നന്ദ ഒരു ചില്ല് പാത്രം പോലെയാണെന്ന് ഹരിക്ക് തോന്നിയിരുന്നു. എനിക്കൊരു ഭാര്യയെ വേണം, ഒരു കൂട്ടായിട്ട്. എൻ്റെ സുഖങ്ങളും ദുഃഖങ്ങളും ടെൻഷനുമൊക്കെ ഷെയർ ചെയ്യാൻ ഒരാൾ. അവൾ ആരായിരുന്നാലും എൻ്റെ പൊന്നുമക്കളെ ജീവന് തുല്യം സ്നേഹിക്കുകയും വേണം. അങ്ങനെ ഒരാളെയാണ് ഞാൻ തേടുന്നത്. ഹരി തെല്ലിട നിശബ്ദനായിരുന്നു. ഒരമ്മയെ വേണമെന്ന ആവശ്യം ആദ്യം പറഞ്ഞത് അവരാണ്. അതിനുശേഷമേ ഭാര്യ എന്ന ചിന്ത എനിക്കും ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെയുള്ള ഒരമ്മയായിരിക്കണം വരേണ്ടത്? വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ മക്കൾ അവർക്ക് വരാൻ പോകുന്ന അമ്മയെക്കുറിച്ച് എന്നോട് പറയും. ഞാനും അവരുടെ സങ്കല്പങ്ങളെ താലോലിക്കും. ചിലപ്പോൾ ഞങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞു പിണങ്ങിക്കിടക്കും. ചിലപ്പോൾ ഒരു തീരുമാനത്തിലെത്തും. 1-2 ദിവസമല്ല, ഏതാണ്ട് ഒരു വർഷത്തോളമായി ഞങ്ങൾ മൂവരും ഈ സങ്കല്പങ്ങളിലും സ്വപ്നങ്ങളിലുമായിട്ട് ജീവിക്കുന്നു. ആ അച്ഛനും മക്കളും നന്ദയ്ക്കൊരു പുതിയ അറിവായി, കൗതുകമായി, പുതുമഴയായി. ഒടുവിൽ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം ഇതായിരുന്നു. മക്കൾക്കിഷ്ടപ്പെട്ട അമ്മയായി ചൂണ്ടിക്കാണിച്ചാൽ അവളെ ഞാൻ ഭാര്യയാക്കിക്കൊള്ളാമെന്നും ഞാൻ എൻ്റെ പൊന്നുമക്കളുടെ നീട്ടിയ കൈകളിൽ തൊട്ട് സത്യം ചെയ്തു. ഹരി തുടർന്നു. ഞാനും മക്കളും അങ്ങനെ ഒരു അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് അന്വേഷിച്ചു. എനിക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട്സും ബന്ധുക്കളും. ഒരു സഹോദരി കൂടിയുണ്ട് എനിക്ക്. എനിക്കും മക്കൾക്കും മനസ്സിനിണങ്ങിയ ഒരാളെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. അതാണ് സത്യം. ഒടുവിലായിരുന്നു ആ പരസ്യം. നന്ദ കേട്ടിരുന്നു. പരസ്യം ഇട്ടാലുടനെ അമ്മ വരുമെന്ന് ഞാൻ പറഞ്ഞു പോയി. മക്കളുടെ ആവേശം കണ്ടപ്പോൾ പറഞ്ഞ വെറും ഒരു വാക്ക്. പക്ഷെ ആ വാക്ക് സത്യമായതുപോലെ നന്ദ വന്നു. എൻ്റെ മക്കൾ മനസ്സിൽ താലോലിച്ചതുപോലെയുള്ള രൂപവും അവർ ഉള്ളിൽ കൊതിച്ചിരുന്ന അത്രയും സ്നേഹവും നന്ദ ഉൾക്കൊണ്ടിരിക്കാം. ഈ 5 ദിവസങ്ങൾ കൊണ്ട് നന്ദ അവരുടെ ഉള്ളിലേക്ക് ആഴത്തിൽ അത്രയേറെ കടന്നു എന്ന് കഴിഞ്ഞിരിക്കുന്നു. നന്ദയെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ അഖിലിന് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും സഹിക്കാനും ഒക്കെ കഴിഞ്ഞിരിക്കും. പക്ഷെ അക്കുവിന് ഒട്ടും പറ്റില്ല. അവളുടെ കുഞ്ഞി കണ്ണുകൾക്ക് മുമ്പിൽ അമ്മയായി ആദ്യം എത്തിയ രൂപം നന്ദയുടേതാണ്. നന്ദ ആകെ പരവശയാവുകയാണ്, ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധം. അതുകൊണ്ട് നന്ദ അവൾക്ക് കിട്ടിയേ തീരൂ. ഞാൻ അന്ന് വന്നത് ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചായിരുന്നില്ല നന്ദ വിക്കി. അറിയാം, ഒക്കെ മനസ്സിലായി. പക്ഷെ ഒന്നുണ്ട്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ കാട്ടിയ ഈ മനസ്ഥിതിയുണ്ടല്ലോ, ഐ അപ്രീഷിയേറ്റ് യു. ബട്ട് ഒന്ന് ഓർക്കണം, ഈ കുട്ടിയെ ദത്തെടുത്താലും അനാഥത്വത്തോടെ വളരൂ. ആ ഒറ്റപ്പെടൽ എന്നും നന്ദയ്ക്കും അനാഥത്വമേ തരൂ. ബട്ട് എൻ്റെ മക്കൾ, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും നന്ദയ്ക്കുണ്ടാവില്ല, ഉറപ്പ്. നന്ദയ്ക്ക് നെഞ്ചിനുള്ളിലൊരു വിങ്ങലുണ്ടായി. എൻ്റെ ശ്രീകുട്ടി. അത് പറയുമ്പോൾ ഹരിയുടെ മുഖം മങ്ങി. ശ്രീലത എന്നാ അവളുടെ പേര്. ശ്രീകുട്ടീന്നേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളായിരുന്നു. 2-3 വർഷത്തെ പ്രണയം. ഒടുവിൽ വിവാഹത്തിലെത്തി. വിവാഹത്തിന് ശേഷമാണ് ഞാൻ ആ വീടുണ്ടാക്കിയത്. അവളുടെ പേര് ചേർത്ത് വീടിന് പേരിട്ടു, ശ്രീനിലയം. അവിടെ ഞങ്ങൾ സ്വർഗം തീർത്തു. 2 മക്കളെ എനിക്ക് അവൾ തന്നു. ദൈവം ഞങ്ങളുടെ ജീവിതം കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ടാവും. അവൾ പെട്ടെന്ന് അങ്ങ് തിരിച്ചു വിളിച്ചു. എൻ്റെ അക്കുവിന് 2 വയസ്സാകും മുമ്പ് ബ്രെയിൻ ട്യൂമറായിരുന്നു. രക്ഷിക്കാനാവുന്നത്ര ശ്രമിച്ചു. ഓപ്പറേഷൻ വരെ ചെയ്തു. പക്ഷെ ഭാഗ്യമില്ലായിരുന്നു എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും. അവൾ പോയി. സത്യം തുറന്നു പറഞ്ഞാൽ എൻ്റെ നെഞ്ചിനുള്ളിൽ ഇന്നും എൻ്റെ ശ്രീകുട്ടിയുണ്ട്, ജീവനോടെ തന്നെ. നന്ദ മിഴികൾ വിടർത്തി തനിക്ക് മുൻപിലിരിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി, ആദ്യമായി കാണുന്ന പോലെ. ഹരിക്ക് മുൻപൊക്കെ കണ്ടതിനേക്കാൾ ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി. സ്നേഹത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്നതിൻ്റെ ഭംഗി. പക്ഷെ എൻ്റെ ഉള്ളിൽ ജീവനോടുള്ള ശ്രീകുട്ടിയുടെ സങ്കല്പങ്ങളിലുള്ള പരിലാളനം പോരാ എൻ്റെ മക്കൾക്ക്. എനിക്കും പോരാ. എൻ്റെ അക്കു. മരണസമയത്ത് ശ്രീകുട്ടിയുടെ വേദന അവളായിരുന്നു. കാലിന് സ്വാധീനമില്ലാത്ത കുഞ്ഞ്. അവൾക്ക് എപ്പോഴും പരാശ്രയം വേണം. അവളെ ആ കരുണയോടെ സ്നേഹിക്കുന്ന ഒരമ്മയാണ് ഞാൻ തേടുന്നത്.
നന്ദയിൽ ഞാനൊരമ്മയെ പൂർണ്ണമായും കണ്ടു. നന്ദ കണ്ണുകൾ ഒന്നുകൂടി വിടർത്തി. റൂമിൽ വന്നപ്പോൾ ഞാൻ ആട്ടി ഓടിച്ചിട്ടും വയ്യാത്ത ഈ കാലും കൊണ്ട് വീൽ ചെയറിൽ കയറി ഞാനില്ലാത്ത തക്കം നോക്കി വന്നു എൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചില്ലേ? ആ മനസ്ഥിതിയെ, സ്നേഹത്തെ ഉൾക്കൊണ്ടില്ലെങ്കിൽ ഞാൻ മനുഷ്യനാണോ? നന്ദ ഒന്ന് തൊട്ടപ്പോഴേക്കും എൻ്റെ മോളുടെ അസുഖം പോയി. എങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ നന്ദയ്ക്കുള്ള സ്ഥാനം എത്രയെന്ന് വിവരിക്കേണ്ടതുണ്ടോ? അവളുടെ നെഞ്ചിനുള്ളിൽ നിന്നും ഇനി നന്ദയെ പറിച്ചറിയാനാവുമോ? പറയൂ. ഹരി എഴുന്നേറ്റു. നന്ദയെ ഞാൻ ഒരുപാട് നിർബന്ധിക്കില്ല. കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന് മാത്രം. സമയമുണ്ട്. നന്ദയ്ക്ക് ആലോചിക്കാം. ഒന്നു മാത്രമേ ഞാനും എൻ്റെ മക്കളും നന്ദയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. സ്നേഹം മാത്രം, മറ്റൊന്നും വേണ്ട. നന്ദയുടെ മിഴികളിലേക്ക് ഒന്നുകൂടി തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് യാത്ര പറഞ്ഞ് ഹരി മുറിവിട്ടിറങ്ങിപ്പോയി. ആ നോട്ടത്തിൽ ഒരുപാട് അപേക്ഷകളും വാഗ്ദാനങ്ങളും അടങ്ങിയിരുന്നു എന്ന് നന്ദയ്ക്ക് തോന്നിപ്പോയി. ഉപേക്ഷിക്കല്ലേ, അരുതേ എന്ന അപേക്ഷ. ഒരിക്കലും വേദനിപ്പിക്കാതെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന വാഗ്ദാനം. നന്ദയ്ക്ക് ഹൃദയം വേദനിച്ചു. വൈകുന്നേരം രേവതി ടീച്ചർ എത്തിയത് രാധികയും ഗീതയും കൂട്ടിയാണ്. കാര്യങ്ങൾ അവരോടും ടീച്ചർ പറഞ്ഞിരുന്നു. നന്ദയുടെ ബ്രെയിൻ വാഷിംഗ് ആണ് ഉദ്ദേശം. കേട്ടിടത്തോളം നല്ല അലയൻസ് ആണ് നന്ദ ഇത്. ഇതിലപ്പോൾ ഒരു സെക്യൂരിറ്റി നിനക്ക് ഭാവിയിൽ വേറെ കിട്ടില്ല, രാധിക പറഞ്ഞു. അനാഥാലയത്തിൽ നിന്നൊരു കുട്ടിയെ എടുത്ത് ഒറ്റയ്ക്ക് വീട്ടിൽ വളർത്തുന്നതിനേക്കാൾ 1000 മടങ്ങ് നല്ലതാണ് നന്ദ ഇത്, ഗീതയും പറഞ്ഞു. നിന്നെ ആഗ്രഹിക്കുന്ന ആ കുഞ്ഞുങ്ങളെ ഇനി നീ തള്ളിപ്പറഞ്ഞാൽ പിന്നെ നിനക്ക് സമാധാനത്തോടൊരു നിമിഷം ജീവിക്കാനാകുമോ? ഈശ്വരൻ പോലും നിന്നോട് പൊറുക്കില്ല നന്ദ. നിന്റെ സങ്കടം കണ്ട് ഈശ്വരൻ തന്നെ അറിഞ്ഞാവും അവരെ നിനക്ക് മുൻപിൽ എത്തിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഒരു പരസ്യവും ഫോൺ നമ്പരും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? രാധിക ചോദിച്ചു. ഒരു സെക്യൂരിറ്റി ഇവൾക്ക് ആവശ്യമാണ് രാധികയെ, രേവതി ടീച്ചർ പറഞ്ഞു. മാസം എത്ര രൂപ എണ്ണി വാങ്ങുന്നവളാ. ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, 10 രൂപ എടുക്കാനില്ല അവൾക്ക്. ഒക്കെ പിടിച്ചു പറിച്ചു ആവശ്യക്കാർ. എൻ്റെ പെൻഷൻ പണമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെലവ്. എന്ന് ഞാൻ ഉണ്ടാകുമോ? ഇവളെ പറഞ്ഞു പറ്റിക്കാൻ ആർക്കും കഴിയും. ഇനി അത് പോരാ, എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റൂ. നന്ദ അമ്മയെ നോക്കി. ഒന്നുകിൽ ഇത്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിവാഹം. അതുമല്ല ഇനിയും സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാനാണ് ഭാവമെങ്കിൽ ഒന്നും കാണാൻ ഈ അമ്മ ജീവനോടുണ്ടാവില്ല. അത് ഓർത്തോ. രേവതി ടീച്ചർ സാരിത്തുമ്പ് കൊണ്ട് മിഴികൾ അമർത്തി തുടച്ചു. ഒരു തേങ്ങൽ നന്ദ കേട്ടു. അമ്മേ. ഈ സമയത്താണ് അഖിലും അക്കുവും വാതിൽ കടന്ന് പാഞ്ഞു വന്നത്. ആദ്യ അഖിൽ, പിന്നാലെ അക്കു. ഒടുവിൽ ഹരിയുടെ മുഖവും വാതിക്കലെത്തി. അഖിലും അക്കുവും നന്ദയുടെ ദേഹത്തെ കള്ളി പിടിച്ചു കയറി. യൂണിഫോമിലാണവർ. അക്കു നന്ദയുടെ തലയിലെ കെട്ടും കാലിലെ പ്ലാസ്റ്ററും ഒക്കെ പരിശോധിച്ചു. ഇടയ്ക്ക് അവൾ നന്ദയുടെ കവളത്ത് ഉമ്മ വെച്ചു. നന്ദയെ കാണാതെ വീട്ടിലേക്ക് വരത്തില്ലെന്ന് വാശി, അതാണ് കൊണ്ടുവന്നത്, ഹരി ന്യായീകരിച്ചു. രാധികയും ഗീതയും രേവതി ടീച്ചറും എഴുന്നേറ്റു. ഹരിക്ക് കസേര നീക്കിയിട്ടു. ഹരിക്ക് പക്ഷെ അവരെയൊക്കെ കണ്ടപ്പോൾ ഒരു ചമ്മലായി. ഇരിക്കാൻ മടിച്ചു. ഉടനെ പോകണം, ഇരിക്കുന്നില്ല, അയാൾ പറഞ്ഞു. ഞാൻ രാധിക, നന്ദയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇത് ഗീത, മെഡിക്കൽ കോളേജിലാണ് നേഴ്സ്. നന്ദയുടെ ഹോസ്റ്റൽ മേറ്റാണ്, എൻ്റെ കസിനും, രാധിക പരിചയപ്പെടുത്തി. ഓ, ഹരി ചിരിച്ചു എന്ന് വരുത്തി. പോകാം മക്കളെ. ഹരി മക്കൾ ഒരിത്തിരി കൂടെ കഴിഞ്ഞ് വരാ അച്ഛാ, അക്കു കുഞ്ഞു വിരൽ നീട്ടി കാണിച്ചു. അച്ഛാ 5 മിനിറ്റ്സ്, അഖിൽ പറഞ്ഞു. അവർ നന്ദയെ സ്കൂളിലെ വിശേഷങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. അക്കു താൻ പഠിച്ച നഴ്സറി പാട്ട് പാടി. നന്ദ അവരോട് 100 വിശേഷങ്ങൾ ചോദിച്ച് ഉമ്മ വെച്ചു. അവരുടെ ലോകം. മറ്റുള്ളവർ അത് കണ്ടു നിന്നു. ഒടുവിൽ നാളെയും വരാമെന്ന് പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടാണ് അവർ പോയത്. ഈ കുഞ്ഞുങ്ങളെ നിനക്കിനി എങ്ങനെ ഒഴിവാക്കാനാകുന്നെന്താ? രാധിക ചോദിച്ചു. അയാളാണെങ്കിലും യങ്, ചാം, മാരീഡാണെന്ന് തോന്നുകയില്ല. നിനക്ക് നന്നായി ചേരുന്നെന്താ? ഗീതയും പറഞ്ഞു. പ്രായം കഴിഞ്ഞിട്ടും തൻ്റെ വിവാഹം നടക്കാത്തതിൻ്റെ ഒരു ഉൾവേദനയും ഗീതയുടെ സ്വരത്തിലുണ്ടായിരുന്നു. ഗീതയുടെ വീട്ടുകാർക്ക് ഇപ്പോഴും അക്കാര്യത്തിൽ ശ്രദ്ധയില്ല, താല്പര്യമില്ല. മാസാമാസം ശമ്പളം കൈനീട്ടി വാങ്ങുന്നതിലാണ് അവർക്ക് ശ്രദ്ധ. ഒരു വിവാഹം നടത്തി കഴിഞ്ഞിട്ട് ഭർത്താവിൽ നിന്ന് പിരിഞ്ഞു വന്ന് നിൽക്കുന്ന നന്ദയുടെ പുനർവിവാഹം നടത്താനായി പാടുപെടുന്ന രേവതി ടീച്ചറിനെ കാണുമ്പോൾ ഗീത സ്വന്തം അമ്മയെ ഓർത്തു പോവുകയാണ്. ഹരിയും കുട്ടികളും ദിവസവും വൈകുന്നേരം ഹോസ്പിറ്റലിൽ വന്നു. ദിവസം ചെല്ലുന്തോറും നന്ദയ്ക്ക് കുട്ടികളെയും കുട്ടികൾക്ക് നന്ദയും പിരിയാൻ പറ്റാതായി. മുജ്ജന്മ ബന്ധം പോലൊരു ആത്മബന്ധം. അതെ, താൻ 10 മാസം ചുമന്ന് പ്രസവിച്ചതാണ് അവരെ എന്ന് തന്നെ നന്ദയ്ക്ക് തോന്നി. ഈ ജന്മത്തിലല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ. പക്ഷെ ഹരി കുട്ടികളെ സ്വീകരിക്കുക എന്നാൽ അതിനർത്ഥം ഹരിയെ കൂടി സ്വീകരിക്കുക എന്നതാണ്. ഈശ്വര, അതിന് തനിക്ക് കഴിയുമോ? ഇപ്പോഴും ഈ നിമിഷത്തിലും ഉള്ളിൽ ഉണ്ണിയേട്ടനല്ലേ സ്ഥാനം? പിന്നെ എങ്ങനെ? നന്ദയ്ക്ക് കാല് തറയിൽ പതിയെ ഊന്നാമെന്നായി. തലയിലെ മുറിവ് സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞു. ഇനി ഡിസ്ചാർജ് ആവാൻ അധിക ദിവസമില്ല.
ഒരു ദിവസം മക്കളുമായി ഹരി വരുമ്പോൾ നന്ദ പറഞ്ഞു, എനിക്കല്പം സംസാരിക്കാനുണ്ട്, തനിച്ച്. പിറ്റേ ദിവസം കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഹരി ഹോസ്പിറ്റലിലെത്തി. രേവതി ടീച്ചർ വീട്ടിലേക്ക് പോയ സമയം. നന്ദ ഹരിയെ കണ്ട് മെല്ലെ എണീറ്റ് സെറ്റിയിലിരുന്നു. എന്തു പറയണം, എങ്ങനെ പറയണം എന്നൊരു ചിന്ത ഉള്ളിൽ അങ്ങനെ വീർപ്പുമുട്ടി നിന്നിരുന്നത് കൊണ്ട് പറയാനുള്ളതൊക്കെ നന്ദ മുൻകൂട്ടി ചിന്തിച്ച് മനസ്സിൽ അടുക്കി വെച്ചിരുന്നു. പക്ഷെ ഹരി മുറിയിലെത്തിയതോടെ ഒക്കെ ചിതറിത്തെറിച്ചു. നന്ദ വിയർക്കുകയും പതറുകയും ചെയ്തു. നന്ദ, അതീവ മൃദുവായിരുന്നു ഹരിയുടെ സ്വരം. എന്താണ് സംസാരിക്കാനുള്ളത്? അത് നന്ദ വിക്കി. എനിക്ക് അഖിലിനെ അക്കുവിനെ വേണം. ഞാൻ അവരെ പൊന്നുപോലെ നോക്കിക്കോളാം. നന്ദ വിക്കി ശബ്ദം കിട്ടാതെ. എന്നുവെച്ചാൽ? മൃദുവായി തന്നെയാണ് ഹരി ചോദിച്ചത്. എന്നുവെച്ചാൽ ബാക്കി പറയാൻ നന്ദയ്ക്ക് കഴിഞ്ഞില്ല. നന്ദ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് അവരെ വിട്ടുതരണമെന്നാണോ? ഹരി മന്ദഹസിച്ചു. അത് പിന്നെ, അതോ അറയ്ക്കലേക്ക് തരണമെന്നോ? നന്ദയ്ക്ക് വീർപ്പുമുട്ടലായി. ഹോസ്റ്റലിൽ ഏതായാലും കുട്ടികളെ പാർപ്പിക്കാൻ പ്രൊവിഷൻ ഇല്ല, ഹരി പറഞ്ഞു. പിന്നെ അറയ്ക്കൽ. നന്ദയെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് അവിടെ ഉള്ളത്. അവർ അന്യരായ ഈ കുട്ടികളെ കൂടി ഉൾക്കൊള്ളുമെന്ന് നന്ദ കരുതുന്നുണ്ടോ? നന്ദ വിളറി. ഹരി പറയുന്നത് സത്യങ്ങളാണ്, നിഷേധിക്കാനാവാത്ത സത്യങ്ങൾ. ഇനിയുള്ള വഴി മുൻപ് നന്ദ ആലോചിച്ചതാണ്. ഒരു കുട്ടിയെ ദത്തെടുത്ത് ഒരു വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുക. എൻ്റെ കുട്ടികളെയും കൊണ്ട് നന്ദ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു വീട്ടിലേക്ക് മാറാമെന്നാണോ ഉദ്ദേശിക്കുന്നത്? നന്ദ അനങ്ങിയില്ല. അങ്ങനെ താമസിക്കുന്നു എന്നിരിക്കട്ടെ, നന്ദയെ വേണമെന്നെൻ്റെ കുട്ടികൾ ശാഠ്യം പിടിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ എന്നെ വേണ്ട എന്നവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഞാനും കൂടി വാടക വീട്ടിലേക്ക് വരണ്ടേ? പുഞ്ചിരിമായ തന്നെ ഹരി തുടർന്നു. എങ്കിൽ പിന്നെ ആ താമസം എൻ്റെ വീട്ടിലായിക്കൂടെ? വാടക കൊടുക്കണ്ടല്ലോ. തന്നെ എത്ര സമർത്ഥമായി ഇയാൾ കടത്തി വെട്ടിക്കളഞ്ഞു. നന്ദ ഹരിയെ നോക്കി. നന്ദ കഴുത്തിൽ കിടന്നിരുന്ന ചെയിൻ ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ അറ്റത്ത് മിന്നുന്ന താലി. ഈ താലി, ഇത് അന്ന് കണ്ടിട്ടാണ് ഹരി അന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയത്. അതെ, ഇതിപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. കഴുത്തിൽ മാത്രമല്ല, മനസ്സിലും. ഹരിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. ഞങ്ങൾ പിരിഞ്ഞിട്ടിപ്പോൾ 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. 10 മാസം കഴിഞ്ഞിരിക്കുന്നു. മരിച്ചുപോയ ശ്രീകുട്ടി ഇപ്പോഴും ഉള്ളിൽ ജീവനോടുണ്ടെന്ന് ഹരി പറഞ്ഞില്ലേ? എൻ്റെ ഉള്ളിലും എൻ്റെ ഭർത്താവുണ്ട്. നിയമപരമായി ഞങ്ങൾ പിരിഞ്ഞു, പക്ഷെ മാനസികമായി ഞാൻ പിരിഞ്ഞിട്ടില്ല. മിസ്റ്റർ ഉണ്ണികൃഷ്ണനോ? ഹരി ചോദിച്ചു. എനിക്കറിയില്ല. അദ്ദേഹം പിരിഞ്ഞിട്ടുണ്ടാകാം, വേറെ വിവാഹവും നടന്നിട്ടുണ്ടാകാം. ഞാനിപ്പോൾ ആ കാര്യം അന്വേഷിക്കാറില്ല. ഒരു കറസ്പോണ്ടൻസും ഞങ്ങൾക്ക് തമ്മിലില്ല. വിട്ടുപോയ അധ്യായമാണത്. പിന്നെന്തിനത് വീണ്ടും തുറക്കണം? ഇത് മനഃപൂർവ്വമല്ല, ഉള്ളിൽ നിന്നും പരിച്ചറിയാനാവുന്നില്ല, അതാണ് സത്യം. ഈ ജന്മം മുഴുവൻ ഈ താലിയുമായി കഴിയുമെന്നാണോ നന്ദ പറയുന്നത്? എന്ന് പറയാനാവില്ല. ഇപ്പോൾ എനിക്ക് ഉണ്ണിയേട്ടനെ മറക്കാനാവില്ല. എപ്പോൾ മറക്കാനാവും എന്നും പറയാൻ കഴിയില്ല. അദ്ദേഹം എൻ്റെ നെഞ്ചിനുള്ളിൽ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഈ താലി അഴിക്കാൻ എനിക്കാവില്ല. അതിന് കഴിയാത്ത കാലത്തോളം എനിക്കെങ്ങനെ മറ്റൊരാളുടെ ഭാര്യയാകാൻ കഴിയും? ഹരിയുടെ മുഖത്തെ പ്രസാദം അപ്പാടെ മാഞ്ഞുപോയി. കമലാ ഗോവിന്ദൻ്റെ സ്നേഹദൂരം എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്